സിറിയൻ നഗരമായ അലിപ്പോ പിടിച്ചടക്കി വിമതർ. ഹയത്ത് തഹ്രീർ അൽ ഷം ഭീകര സംഘടന അലിപ്പോ ഇദ്ലിബ് മേഖലകളിൽ മുന്നേറ്റം തുടരുകയാണ്. ബ്രിട്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടന സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. 255 പേർ കൊല്ലപ്പെട്ടതായാണ് സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സൂചിപ്പിക്കുന്നത്. ഇതിനുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, സിറിയൻ നഗരമായ അലിപ്പോ വിമതർ പിടിച്ചടക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, അലിപ്പോ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഈ ഭീകര സംഘടനകളുടെ കൈവശമാണ് എന്ന വിവരമാണ്. ശക്തമായ ഒരു ആക്രമണം 2 ദിവസമായി ഈ പ്രദേശത്ത് തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും സിറിയയിലെ ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ വളരെ ഗോപ്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല വിവരങ്ങളും പുറത്തോട്ട് വരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ തഹ്രീർ അൽ ഷം എന്ന ഭീകര സംഘടനയാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായും ഈ ഭീകര പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ, അതായത് സിറിയയുടെ ചരിത്രത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ 2011 മുതലുള്ള ആ ഒരു സംഭവ വികാസമായി ഇത് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അലിപ്പോ നഗരവും ഇദ്ലിബ് നഗരവും പിടിച്ചടക്കി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശക്തമായ ആക്രമണം സിറിയയിൽ നടക്കുന്നു. കാര്യമായ ഒരു പ്രതിരോധം സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ നഗരങ്ങളെല്ലാം തന്നെ പിടിച്ചടക്കുന്ന ഒരു നീക്കം നടത്തുന്നത് നമുക്കറിയാവുന്നതാണ്. ഈ ഹയാത്ത് അൽ ഷം എന്ന് പറയുന്ന ഈ ഭീകര സംഘടന നേരത്തെ IS-ഉമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന, IS-ന്റെ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏറെ ഗൗരവതരമായ ലോക പ്രശ്നമായി തന്നെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ IS പോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂടി ഈ സിറിയയിൽ നടക്കുന്ന ആക്രമണങ്ങളെ എല്ലാം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അലിപ്പോ നഗരം പൂർണ്ണമായും ഈ തീവ്രവാദ വിഭാഗത്തിന്റെ കയ്യിലാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. നിഖിൽ. ശരി ഐസൻ, സിറിയൻ നഗരമായ അലിപ്പോ വിമതർ പിടിച്ചടക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.